വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ് അഖിലമിസ് ആണ്. സോ ആനുവൽ എക്സാമിന് വേണ്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതാ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ കെമിസ്ട്രിയിലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് 3 ചാപ്റ്റേഴ്സ് ആണുള്ളത് അല്ലെ. അതിനകത്തുള്ള ടോപ്പ് 10 MCQs ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ് അല്ലെ. എക്സോസ്റ്റബിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് എക്സോസ്റ്റബിളും ഉണ്ട് ഇൻഎക്സോസ്റ്റബിളും ഉണ്ട്. അപ്പൊ എക്സോസ്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യാം, തീർന്നു പോയേക്കാം അല്ലെ. അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത് ഫോം ചെയ്യുന്ന നാച്ചുറൽ റിസോഴ്സുകളാണ്. അത് നമ്മൾ നോക്കിയല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ സേവ് ചെയ്തുകൊണ്ടല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ, ഓവർ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യാം, അതിന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ക്വാണ്ടിറ്റി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നോൺ റിന്യൂവബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് ദേ ആർ അൺലിമിറ്റഡ്, ഒരിക്കലും അല്ല അല്ലെ, ദേ ആർ ലിമിറ്റഡ്. അത് നമ്മുടെ എന്താണ്, ഓപ്ഷൻ കറക്റ്റ് ആണ്. ദേ ആർ നോട്ട് ഡിപ്പെൻഡ് ഓൺ നാച്ചുർ, അത് കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം നാച്ചുറൽ പ്രോസസ് ആണ് അല്ലെ. നേരത്തെ പറഞ്ഞ പോലെ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത് നടക്കുന്ന നാച്ചുറൽ പ്രോസസ്സിലൂടെയാണ് ഈ പറയുന്ന എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് ശ്രദ്ധിച്ച് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷൻ അത് കിട്ടില്ല എന്ന് പറയാൻ കാരണം. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദേ ആർ ലിമിറ്റഡ്, ഓപ്ഷൻ ബി ആണ്. നമ്മൾ മാർക്ക് ചെയ്തു. നെക്സ്റ്റ്, നെയിം എ പെയർ ഓഫ് എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ് ഫ്രം ദ ഫോളോയിങ്. എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സിന്റെ പെയർ സെലക്ട് ചെയ്യാനാണ്. എയർ ആൻഡ് സൺലൈറ്റ്. നമുക്കറിയാം എയറും സൺലൈറ്റും നാച്ചുറൽ റിസോഴ്സ് ആണ്, പക്ഷെ അവർ എന്തല്ല, എക്സോസ്റ്റബിൾ അല്ല അല്ലെ, ഇൻഎക്സോസ്റ്റബിൾ ആണ്. അത് റിന്യൂവബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് തീർന്നൊന്നും പോകുന്നില്ല. അടുത്ത ജനറേഷൻ ഒക്കെ അത് എന്താണ്, ഇവിടെ തന്നെ ഉണ്ടായിരിക്കും അല്ലെ. നെക്സ്റ്റ്, കോൾ ആൻഡ് സോയിൽ ആണ്. കോൾ ആൻഡ് സോയിൽ എന്ന് പറയുന്ന സമയത്ത് നമ്മളോട് പെയർ ആണ് ചോദിച്ചിരിക്കുന്നത് എക്സോസ്റ്റബിൾ ആയിട്ടുള്ളതിന്. അപ്പൊ കോൾ ഉണ്ടെങ്കിലും സോയിൽ ഇല്ല. സോ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്ക് ചെയ്യാൻ പറ്റില്ല. വാട്ടർ ആൻഡ് പെട്രോളിയം എഗെയിൻ അല്ലെ, രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. വാട്ടർ ഈ പറഞ്ഞ പോലെ ഇൻഎക്സോസ്റ്റബിൾ ആയിട്ടുള്ള ആളാണ്, പെട്രോളിയം ആണ് ഇവിടെ എക്സോസ്റ്റബിൾ. പക്ഷെ പെട്രോളിയത്തിനെ മാത്രം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, പെയർ ആയിട്ടുള്ള ആളുകളല്ലേ വേണ്ടത്. നെക്സ്റ്റ്, മിനറൽസ് ആൻഡ് വൈൽഡ് ലൈഫ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് മാർക്ക് ചെയ്യാം. മിനറൽസും വൈൽഡ് ലൈഫും അല്ലെ. അതായത് മിനറൽസ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഓവർ യൂസ് കൊണ്ട് തീർന്നു പോകുന്ന ആളാണെങ്കിൽ, വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് യെസ് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഡിഫോറസ്റ്റേഷനും കാരണങ്ങളും ഒക്കെ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവമാണ് അല്ലെ. അപ്പൊ അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ് ആണെന്ന് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ്, in which of the following setup will the bulb glow അല്ലെ. 4 എന്താണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇതാ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ പ്രത്യേകത അത് നിങ്ങൾ നോക്കിയേ, എക്സ്പെരിമെന്റ് ഒക്കെ കംപ്ലീറ്റ് എന്താണ്, ആ ഒരേപോലെയാണ് ചെയ്തിരിക്കുന്നത്. ആകെയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ആ എടുത്തിരിക്കുന്ന ലിക്വിഡ് ആണ്, ആ ഒരു സൊല്യൂഷൻ നോക്കിയേ. ഇത് സോൾട്ട് സൊല്യൂഷൻ ആണ്, ഇത് കെറോസിൻ ആണ്, ഇത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്, ഇത് മസ്റ്റാർഡ് ഓയിൽ ആണ്. അപ്പൊ നമുക്കറിയാം ഈ തന്നിരിക്കുന്നതില് നന്നായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന, ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് ആര് മാത്രമാണ്, നമ്മുടെ സോൾട്ട് സൊല്യൂഷൻ മാത്രമാണ് അല്ലെ. ബിക്കോസ് അതിനകത്ത് മാത്രമാണ് അയോൺസിന്റെ പ്രസൻസ് ഉള്ളത്. ഈ പറയുന്ന കെറോസിൻ ആവട്ടെ, ഡിസ്റ്റിൽഡ് വാട്ടർ ആവട്ടെ, മസ്റ്റാർഡ് ഓയിൽ ആവട്ടെ, എല്ലാം പുവർ കണ്ടക്ടേഴ്സ് ആണ്. സോ ഓപ്ഷൻ എ നമുക്ക് സോൾട്ട് സൊല്യൂഷൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് എ കമ്പഷൻ. കമ്പഷൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്, എക്സോതെർമിക്, എൻഡോതെർമിക്, വോളറ്റൈൽ, നൺ ഓഫ് ദിസ് അല്ലെ. അപ്പൊ കമ്പഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഒരുപാട് ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഹീറ്റ് എക്സിറ്റ് അടിക്കുന്ന റിയാക്ഷൻസ് ആണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് നമുക്ക് പഠിച്ചു വെക്കാം അല്ലെ. എക്സിറ്റ് എക്സോതെർമിക്കും എൻറ്റർ ചെയ്യുന്നത് എൻഡോതെർമിക്കും ഒന്ന് ആലോചിച്ച് മതി. അതായത് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ എൻഡോതെർമിക് ആണ്, റിലീസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, പുറത്തേക്ക് പോവുകയാണെങ്കിൽ എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് നമുക്ക് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കാം. അപ്പൊ കമ്പഷൻ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്, എക്സോതെർമിക് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. കാരണം അവിടെ റിയാക്ഷൻ നടക്കുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ്, പ്രൊഡക്റ്റ് ആയിട്ടാണ് എന്ത് പോകുന്നത്, ഹീറ്റ് എനർജി ലിബറേറ്റ് ആവുന്നത്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫ്യൂവൽ. ഒരു ഫ്യൂവൽ സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്, ഗ്യാസ് ഓൺലി, ലിക്വിഡ് ഓൺലി, സോളിഡ് ഓൺലി. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പോലെ ചാടി കയറിയിട്ട് സോളിഡ് ഓൺലിയോ, ലിക്വിഡ് ഓൺലിയോ, ഗ്യാസ് ഓൺലിയോ ഒക്കെ മാർക്ക് ചെയ്താൽ നമ്മുടെ മാർക്ക് പോലെ. കാരണം ഇത് മൂന്നും എന്താണ്, ഈ പറയുന്ന 3 ടൈപ്പിലും എന്തുണ്ട്, നമ്മുടെ ഫ്യൂവൽസ് അവൈലബിൾ ആണ്. സോ സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ് നമുക്ക് മാർക്ക് ചെയ്യാം. എല്ലാത്തിലും എന്താണ്, എല്ലാ സ്റ്റേറ്റിലും എന്തുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്യൂവൽസ് അവൈലബിൾ ആണ് അല്ലെ. നെക്സ്റ്റ്, നാഫ്തലിൻ ഒബ്റ്റൈൻഡ് ഫ്രം കോൾ ടാർ ഈസ് യൂസ്ഡ് ആസ് ഡാഷ്. നാഫ്തലിൻ എന്തായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നാഫ്തലിൻ ബോൾസ് അല്ലെ. നമ്മൾ എന്താണ്, നമ്മൾ പറ്റ ഗുളിക എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. അതൊരു മോത്ത് റിപ്പലന്റ് ആണ്. ഈ പറയുന്ന ഹണി ബി റിപ്പലന്റ് ആയിട്ടോ, മൊസ്കിറ്റോ റിപ്പലന്റ് ആയിട്ടോ, സ്നേക്ക് റിപ്പലന്റ് ആയിട്ടോ ഒന്നും സാധാരണയായിട്ട് നമ്മൾ അത് യൂസ് ചെയ്യാറില്ല. സോ ഒരു മോത്ത് റിപ്പലന്റ് ആണ് ഈ പറയുന്ന നാഫ്തലിൻ എന്ന് പറയുന്നത്. നാഫ്തലിൻ ബോൾസ് എന്നാണ് നമ്മൾ അല്ലെ ആ വാങ്ങിക്കുന്ന സാധനത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു എന്താണ്, നമ്മൾ ഈ പറഞ്ഞ അലമാരയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ സ്റ്റോറേജ് സ്പേസിലൊക്കെ ചിലപ്പോൾ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും. സോ മോത്ത് റിപ്പലന്റ് ആണ് ഈ പറയുന്ന നമ്മളുടെ നാഫ്തലിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
എന്താണ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് അല്ലെ, ഒരു ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആണ്, ഒരു സൊല്യൂഷൻ ആണ്, എ ലിക്വിഡ് ദാറ്റ് കണ്ടക്ട്സ് കറന്റ് ഓൾ ഓഫ് ദ എബവ് അല്ലെ. അപ്പൊ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഓപ്ഷൻ സി ആണ്, എ ലിക്വിഡ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി അല്ലെ. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു ലിക്വിഡിനെ മാത്രമേ നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയാറുള്ളൂ. സോ അത് നമ്മൾ മാർക്ക് ചെയ്തു. നെക്സ്റ്റ്, what is burning of LPG an example of? Spontaneous combustion, slow combustion, rapid combustion, both slow and spontaneous combustion. നമുക്കറിയാം LPG അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചത് തന്നെയാണ്. LPG എന്ന് പറയുന്ന സമയത്ത് അത് എന്താണ്, റാപ്പിഡ് കമ്പഷൻ ആണ് അല്ലെ, ഗ്യാസിന്റെ റാപ്പിഡ് കമ്പഷൻ ആണ്. ഇപ്പൊ സ്പോണ്ടാനിയസ് കമ്പഷൻ ആണ് ഇതിൽ മറ്റൊരു ആള് വരുന്നത്. അപ്പൊ അത് ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ഫോസ്ഫറസ് ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരിക, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഫയർ ഒക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത്. യെസ്, അപ്പൊ ആ രണ്ട് ടൈപ്പും ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് സ്ലോ അല്ല എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. സോ റാപ്പിഡ് കമ്പഷൻ എക്സാമ്പിൾ ആണ് നമ്മുടെ LPGയുടെ യെസ് ബേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആൻ ഇലക്ട്രിക് ലാമ്പ് ഗ്ലോസ് ഡ്യൂ ടു. ഇലക്ട്രിക് ലാമ്പ് നമ്മുടെ എന്താണ്, ബൾബ് കത്താറുണ്ട് അല്ലെ. അപ്പൊ ബൾബ് കത്തുന്നത് ഏത് എഫക്റ്റ് ആണ്, കെമിക്കൽ എഫക്ട്, മാഗ്നറ്റിക് എഫക്ട്, ഹീറ്റിംഗ് എഫക്ട്, നൺ ഓഫ് ദീസ് ആണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഒക്കെയാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അത് കണ്ടിട്ട് പോയിട്ട് കെമിക്കൽ എഫക്ട് എന്ന് നമ്മൾ മാർക്ക് ചെയ്യരുത്. കെമിക്കൽ എഫക്ട് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒന്നെങ്കിൽ ബബിൾസ് ഫോം ചെയ്യും, അല്ലെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടാവും, ഇനി അതും അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ്, അതായത് ഒരു മെറ്റലിന്റെ എന്ത് വരുന്നു, ഒരു കോട്ടിങ് മറ്റൊരു മെറ്റലിന്റെ സർഫസിൽ അല്ലെങ്കിൽ മറ്റൊരു ഒബ്ജക്റ്റിന്റെ സർഫസിൽ വരുത്തുന്നു, അതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെ. ഇത് മൂന്നും കെമിക്കൽ എഫക്ട് തന്നെയാണ്. എന്നാൽ ഇവിടെ നമ്മുടെ ബൾബ് കത്തുക എന്ന് പറയുന്ന സമയത്ത് അവിടെ വരുന്നത് എന്താണ്, ഈ പറയുന്ന നമ്മളുടെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അല്ലെ ഫിലമെന്റ് ആണ്. അപ്പൊ ഹീറ്റിംഗ് എഫക്റ്റ് ആണ് ഓർക്കേണ്ടത്. ഫൈൻ, ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ നമ്മുടെ 10th ക്വസ്റ്റ്യൻ ആണ്. Large scale cutting down of trees could result in afforestation, deforestation, both A and B ആണ്. Then reforestation. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ നമുക്കറിയാവുന്ന കാര്യമാണ് ലാർജ് സ്കെയിൽ കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ് എന്ന് പറയുന്നത് ഡീഫോറസ്റ്റേഷൻ എക്സാമ്പിൾ ആണ് അല്ലെ. മരങ്ങളൊക്കെ നമ്മൾ വെട്ടി നശിപ്പിക്കുന്നു. അപ്പൊ ഡീഫോറസ്റ്റേഷൻ ആണ് അവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഇതൊക്കെ കൺഫ്യൂഷൻ വരും, നമുക്ക് അറിയെങ്കിൽ പോലും മൊത്തത്തിൽ ഇങ്ങനെ ഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റീഫോറസ്റ്റേഷൻ ആ കൂട്ടത്തിലാണ് ഡീഫോറസ്റ്റേഷൻ ഉള്ളത്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ട് ഡീഫോറസ്റ്റേഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് MCQs തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി ഇതാ ഞാനിവിടെ മറ്റൊരു MCQ വെച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് പുവർ കണ്ടക്ടർ, ഗുഡ് കണ്ടക്ടർ, ബോത്ത് A and B, നൺ ഓഫ് ദീസ് ആണ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് എല്ലാവരും ഒരു മടിയും കൂടാതെ എല്ലാവരും എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.